observations, only about 0.14% of incident alpha particles scatter by more than 1 degree. ഒരു ഡിഗ്രിയിൽ കൂടുതൽ സ്കാറ്റർ ചെയ്തത് വെറും എത്രയായിരുന്നു? 0.14% ആൾക്കാർ മാത്രമേ ഒരു ഡിഗ്രിയിൽ കൂടുതൽ സ്കാറ്റർ ചെയ്തുള്ളൂ. അതിൽ തന്നെ 1 in 8,000 8,000 ആൽഫ പാർട്ടിക്കിൾ വിടുമ്പോൾ 8,000 ആൽഫ പാർട്ടിക്കിൾ വെച്ചിട്ടല്ല എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ചിലപ്പോൾ ഒരുപാട് ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടാകും. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് നമ്പർ എടുത്താണ് 8,000 ആൽഫ പാർട്ടിക്കിൾ എടുക്കുമ്പോൾ അതിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ മാത്രമാണ് മോർ ദാൻ 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്തത്. 90 ഡിഗ്രിയിൽ കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്തത് എത്ര മാത്രമാണ്? അതിൽ 8,000 ഒരാൾ മാത്രമാണ് മോർ ദാൻ 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്തത്. അതായത് ഇവിടെ ഇത്തിരി വൃത്തിക്ക് ആ ഫിഗർ കൊടുത്തിട്ടുണ്ടേ, നോക്കിക്കണം. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബിസ്മിത്താണിത്. ഓക്കെ, ആൽഫ അത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് വരുന്നു? ആൽഫ പാർട്ടിക്കിൾ വരുന്നു. ആൽഫ പാർട്ടിക്കിൾ വന്നിട്ട് ഇതാണ് നമ്മളുടെ ഗോൾഡ് ഫോയിൽ. ഭയങ്കര തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലാണ്. ആ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്ന ആൾ ഒരു റിഫ്ലക്ഷനും ഇല്ലാതെ, അവരുടെ വഴിയിൽ ഒരു മാറ്റവും ഇല്ലാതെയാണ് കൂടുതലും പേരും പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് എത്ര പേര് പോയത്? ഒരുപാട് പേരും അങ്ങനെയാണ് പോയത്. ജസ്റ്റ് 1 ഡിഗ്രി ചരിഞ്ഞത് അല്ലെങ്കിൽ 1 ഡിഗ്രിയിൽ കൂടുതൽ ചരിഞ്ഞത് തന്നെ എത്രയാണ്? 0.14% ആൾക്കാർ മാത്രമേ 1 ഡിഗ്രിയിൽ കൂടുതൽ ചരിഞ്ഞുള്ളൂ. ഇനി അതിൽ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് 90 ഡിഗ്രി അല്ലേ? ഈ 90 ഡിഗ്രിയിൽ നിന്ന് ഇതിൽ കൂടുതൽ പോയത് എത്രയാണ്? 1 in 8,000 ആൾക്കാർ മാത്രമാണ് അതിൽ കൂടുതൽ പോയത്. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അത്രയും കൺക്ലൂഷൻസ് അല്ല ഒബ്സർവേഷൻസ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് പറയുന്നതെന്ന് പറഞ്ഞാൽ പറയുന്നില്ല. ഓക്കെ, ഇതിന് ഈ ഒബ്സർവേഷന് കാരണം എന്താണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരും ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ 1% ആൾക്കാർ 1 ഡിഗ്രിയിൽ കൂടുതൽ ഇത്ര മാത്രം പോയത്, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ കൂടുതൽ 1 in 8,000 മാത്രം പോയത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹീലിയം ന്യൂക്ലിയസ് അല്ലേ? ഹീലിയമാണ്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഗോൾഡ് ഫോയിലിലേക്ക് കൊണ്ടിടിപ്പിച്ചത്. ഓർത്തോണം. അപ്പോൾ ഇങ്ങനെ വരുവാണ് ഈ ആൽഫ പാർട്ടിക്കിൾസ്. അപ്പോൾ സപ്പോസ് ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ നേരെ വരുവാണെന്ന് വിചാരിക്കും. ഇവിടെ ഒരുപാട് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരുപാട് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ ഇങ്ങനെ ഇരിക്കണം, ഒരു മതിൽ പോലെ പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ ഇരിക്കണമെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു, ഇവിടെ വരുമെന്ന് വിചാരിക്കും. നമുക്കറിയാം പോസിറ്റീവ് ചാർജും ഹീലിയം ഓൾറെഡി പോസിറ്റീവാണ് അല്ലേ? അപ്പോഴാണ് ഇവിടെ എന്തിരിക്കുന്നത്? ഇവിടെ ഒരുപാട് പോസിറ്റീവ് ചാർജുകൾ ഇരിക്കുന്നതെന്ന് കരുതുക. എന്ത് സംഭവിക്കും? ഇവന്മാർ തമ്മിൽ എന്ത് ചെയ്യും? സെയിം ചാർജസ് എന്ത് ചെയ്യും? റിപ്പല്ലി അല്ലേ? ഒരേപോലുള്ള ചാർജുകൾ റിപ്പല്ലി അല്ലേ ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ വരുന്ന ഹീലിയം ന്യൂക്ലിയസിന് ഇവന്മാർ റിപ്പല്ലി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുവിടാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ ഇവനിങ്ങനെ നേരെ പോവോ ഇല്ലയോ? നേരെ പോവില്ല അല്ലേ? കാരണം എന്താ? നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ അവനെ കടത്തി വിടണം. പക്ഷേ ഈ പോസിറ്റീവ് ചാർജുള്ള മതിൽ പോലെ ഈ ആൾക്കാരിക്കുമ്പോഴേക്കും ഇവനെന്താണ്? ഇവൻ നേരെ റിപ്പൽ ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ സംഭവിച്ചതോ? ഇവിടെ നമ്മുടെ റുദർഫോർഡ് എക്സ്പെരിമെൻറ്റ് സംഭവിച്ചത് നേരെ തിരിച്ചുമാണ്. എങ്ങനെ? ഒരുപാട് ആൾക്കാർ എന്താ ചെയ്തത്? നേരെ കടന്നു പോവുകയാണ് ചെയ്തത്. മനസ്സിലായി? ഇവിടെ എന്ത് സംഭവിച്ചില്ല? ഇവിടെ ഒരു റിപ്പൽഷൻ സംഭവിച്ചില്ലെന്നല്ല, സംഭവിച്ചു. പക്ഷേ അതെന്താ? ഭയങ്കര മൈന്യൂട്ട് എമൗണ്ട് മാത്രമേ സംഭവിച്ചുള്ളൂ. അപ്പോൾ ആൾക്കാർ കൂടുതലും നേരെ കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് റുദർഫോർഡ് അല്ലെങ്കിൽ അവർ കൺക്ലൂഡ് ചെയ്തൊരു സാധനം, അതായത് ആദ്യം ഒബ്സർവ് ചെയ്തു ഒരുപാട് പേരും നേരെ കടന്നു പോകുന്നു എന്ന് അവർ ഒബ്സർവ് ചെയ്തു. അപ്പോൾ അവിടുന്ന് അവർ കൺക്ലൂഡ് ചെയ്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു ഗോൾഡ് ഫോയിലിൽ ഇതിപ്പോൾ ഓരോ ആറ്റമാണെന്ന് തരും. അപ്പോൾ ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഗോൾഡ് ആറ്റം അല്ല, കുറേ ഗോൾഡ് ആറ്റമാണ് അല്ലേ? അപ്പോൾ ഒരുപാട് ഗോൾഡ് ആറ്റംസ് ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ കടന്നു പോയെന്ന് പറയുമ്പോൾ തന്നെ അവർ പറഞ്ഞു ആറ്റം എന്നൊരു സംഭവം അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഒരു ആറ്റം എടുത്താൽ ആ ആറ്റത്തിലെ കുറേ സ്പേസും എംപ്റ്റിയാണ്. മനസ്സിലായി? അതായത് ഈ ഹീലിയം ന്യൂക്ലിയസിനെ വെറുതെ ആൾക്കാർ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ആറ്റത്തിൻ്റെ ഒരുപാട് സ്ഥലവും എംപ്റ്റി ആണെന്ന് ആര് പറഞ്ഞു? ഈ റുദർഫോർഡും അവരുടെ ശിഷ്യന്മാരും പറഞ്ഞു. മനസ്സിലായോ? അതിൽ നിന്ന് പിന്നെ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഈ 1 in 8,000 ആൾക്കാർ റിപ്പൽ ചെയ്തല്ലോ അല്ലേ? എല്ലാവരും നേരെ കടന്നു പോയില്ല, കുറച്ച് പേര് റിപ്പൽ ചെയ്തു. അപ്പോൾ റിപ്പൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആര് വേണം? സ്വാഭാവികമായിട്ട് ആര് വേണം? പോസിറ്റീവ് ചാർജ് വേണം അല്ലേ? അതായത് പോസിറ്റീവ് ചാർജുള്ള ഹീലിയം ന്യൂക്ലിയസ് He2 4 എന്ന പോസിറ്റീവ് ചാർജുള്ള ആൾ അങ്ങോട്ട് പോയിട്ട് റിപ്പല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും ആര് വേണം? ഇവിടെയും അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലും ആര് വേണം? പോസിറ്റീവ് ചാർജ് വേണം. പക്ഷേ ഒരുപാട് ഒരു പോസിറ്റീവ് ചാർജ് അല്ലാത്തതുകൊണ്ട് എന്താവും? കുറേയും കടന്നുപോയി. പക്ഷേ പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? തിരിച്ചും വന്നു. അപ്പോൾ റുദർഫോർഡ് പറഞ്ഞു ഓക്കെ, ഒരുമാതിരിപ്പെട്ട എല്ലാ സ്പേസും ആറ്റത്തിൽ എംപ്റ്റിയാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ആറ്റം വരച്ചു കഴിഞ്ഞാൽ ആ ആറ്റത്തിലെ ഭൂരിഭാഗം സ്പേസ് എന്താണെന്ന് പറഞ്ഞാൽ എംപ്റ്റിയാണ്.
പക്ഷേ എവിടേക്കോ അവൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മനസ്സിലായി? അത് സെൻട്രലാണെന്ന് പറഞ്ഞു. സെൻട്രലായിട്ട് എന്തുണ്ട്? അവൻ്റെ മാസ് കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? തന്നിട്ട് പുള്ളി എന്ത് വിളിച്ചത്? ആ സെൻട്രലിൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പോൾ അതിലെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ആ മാസും പോസിറ്റീവ് ചാർജും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് എന്ത് പറഞ്ഞത്? ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. മനസ്സിലായി? അപ്പം ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരെയൊക്കെയാണ്? ആ മാസും ആ ആറ്റത്തിൻ്റെ ടോട്ടലുള്ള അല്ലെങ്കിൽ ഭൂരിഭാഗം മാസും അതേപോലെ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ആദ്യം നോക്കാം. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു? കൂടുതൽ ആൾക്കാരും ഡിഫ്ലക്റ്റ് ചെയ്യാതെ കടന്നുപോയി, നേരെ തന്നെ പോയി. അതിൻ്റെ അർത്ഥം ഗോൾഡ് ഫോയിലിലെ ആറ്റം എടുത്ത് കഴിയുമ്പോഴേക്കും ആറ്റത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ എന്തായിരുന്നു? എം ടി ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർക്ക് വെറുതെ കടന്നു പോകാൻ സാധിച്ചത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥലം, ആ സ്ഥലത്തൊരു വേലി കെട്ടുന്നു. ആ വേലി കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടുന്നു. ആ മതിലിൽ ഒരുപാട് ദ്വാരം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലേ? അപ്പോൾ ആൾക്കാർ വന്ന് ചുമ്മാ കടന്നു പോകത്തില്ല അതിലൂടെ, അല്ലേ? പക്ഷെ അവരെ റിപ്പൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതേ പറഞ്ഞ എക്സ്പീരിയൻസ് തന്നെ ഇപ്പോൾ ഞാനിതുപോലെ ഒരു മതിൽ കെട്ടുന്നു. അതിൻ്റെ അകത്ത് കുറേ ദ്വാരങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു 500 പേരെ വിടുവാണെന്ന് വിചാരിക്കാം. ഇവിടുന്ന് ഒരു 500 പേരെ ഞാൻ വിടുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നു 495 പേരും അപ്പുറത്ത് ചെന്നു, 5 പേര് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മൊത്തം ദ്വാരമാണെന്ന് പറയാൻ പറ്റും? ഇല്ല. കാരണം എന്താ? അപ്പുറത്ത് നിന്ന് 495 പേരേ ഉള്ളൂ. ബാക്കി 5 പേര് അവർ റിപ്പൽ ചെയ്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരുണ്ട്? സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. മനസ്സിലായി? പറഞ്ഞു വിടാനുള്ള ആൾക്കാരുണ്ട്, പക്ഷേ മൊത്തത്തിലില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ എന്തിൻ്റെ കേസിലും, ആറ്റത്തിൻ്റെ കേസിലും കൂടുതൽ ആൾക്കാരെ അവരെന്ത് ചെയ്തു? നേരെ തന്നെ കടത്തി വിട്ടു. അതായത് അതിൻ്റെ അർത്ഥം എന്താ? അവിടെ കൂടുതൽ എം ടി സ്പേസ് ആണ്. പക്ഷേ കുറച്ച് പേരെങ്കിലും അവർ പറഞ്ഞു തിരിഞ്ഞു വിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് പോയിട്ടുണ്ടോ? അങ്ങനെ പോകണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? അതിനനുസരിച്ചുള്ളൊരു ഫോഴ്സ് കൊടുക്കാനുള്ള ആൾ, റിപ്പൽസീവ് ഫോഴ്സ് കൊടുക്കാനുള്ള ആൾ വേണം. റിപ്പൽസീവ് ഫോഴ്സ് ആരെ പ്രൊവൈഡ് ചെയ്യുള്ളൂ? പോസിറ്റീവ് ചാർജ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ മനസ്സിലായി, അടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ അകത്താണ് ആരുള്ളത്? മാസും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഒബ്സർവേഷൻസ് പറഞ്ഞു. 1 in 8,000 ഒക്കെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ റൂദർഫോർഡ് ആർഗ്യൂഡ് ദാറ്റ്, ഇത് കണ്ടോണം, റൂദർഫോർഡ് ആർഗ്യൂ ചെയ്തത് നോക്കണം. ആർഗ്യൂഡ് ദാറ്റ് ടു ഡിഫ്ലക്ട് ദ ആൽഫ പാർട്ടിക്കിളിനെ ഡിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിഫ്ലക്ട് ബാക്ക്വേർഡ്, ഇറ്റ് മസ്റ്റ് എക്സ്പീരിയൻസ് എ ലാർജ് റിപ്പൽസീവ് ഫോഴ്സ്, അല്ലേ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ He24 ആണ്. ഹൈഡ്രജനേക്കാളും മാസമുള്ള ആളാണ്, അത്യാവശ്യം മാസമുള്ള ആളാണ്. അയാളെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു എന്ത് വരണം? അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്, ലാർജ് റിപ്പൽസീവ് ഫോഴ്സ് അവിടെ ഉണ്ടാവണം. ദിസ് ഫോഴ്സ് കുഡ് ബി പ്രൊവൈഡഡ് ബൈ, അത് ആർക്കേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി പ്രൊവൈഡ് ഇഫ് ദെയർ ഇസ് എ greater part of the mass of the atom and its positive charge were concentrated tightly at its center. മനസ്സിലായി? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ റിപ്പൽസീവ് ഫോഴ്സ്, ഹൈ റിപ്പൽസീവ് ഫോഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മാസും പോസിറ്റീവ് ചാർജും ഒരു ഗ്രേറ്റർ പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ന് വിളിച്ചത്? സെൻട്രലുണ്ട്, അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. മനസ്സിലായോ? ഇൻകമിങ് ആൽഫ പാർട്ടിക്കിൾ കുഡ് ബി വെരി ക്ലോസ്. അതിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ അങ്ങനെയാണ് റൂദർഫോർഡ് എന്ത് കണ്ടുപിടിക്കുന്നത്? ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം എടുക്കുന്നു. ആ ആറ്റത്തിലെ ഒരു വലിയൊരു ആറ്റമാണ്. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വലുതല്ല കേട്ടോ. നമ്മൾ പറയുമ്പോൾ സംഭവം എന്താണ്? ആറ്റം ഭയങ്കര ചെറുതാണ്. പക്ഷേ ഈ ന്യൂക്ലിയസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ആറ്റം ഭയങ്കര വലുതാണ്. അതായത് ന്യൂക്ലിയസും ആറ്റം കൂടെ നോക്കുമ്പോഴേക്കും ന്യൂക്ലിയസിൻ്റെ സൈസ് പറയുന്നത് ഏറെക്കുറെ 10⁻⁻15 മീറ്റർ എന്ന രീതിയിലാണ്. 10⁻⁻, ഭയങ്കര ചെറുതാണ്. 10⁻⁻15 to 10⁻⁻14 മീറ്റർ എന്നാണ് ന്യൂക്ലിയസിൻ്റെ സൈസ് പറയുന്നത്. അതിൽ ആറ്റത്തിൻ്റെ സൈസ് പറയുന്നത് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എത്ര ആറ്റത്തിൻ്റെ സൈസ് പറയുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. ആറ്റത്തിൻ്റെ സൈസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ആറ്റം ഇസ് 10⁻⁻10 മീറ്റർ ആണ്. ഇതാണോ വലുത്? 10⁻⁻10 ആണ് വലുത്, അല്ലേ? 10⁻15ഉം 10⁻10 നോക്കി കഴിഞ്ഞാൽ ആരാ വലുത്? 10⁻15ഉം 10⁻10. പോസിറ്റീവ് ആണെങ്കിൽ 10⁻15 ആണ് വലുത്. നെഗറ്റീവ് വരുമ്പോൾ നേരെ തിരിച്ചും വരും, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്ററും അതിനെ അപേക്ഷിച്ച് ന്യൂക്ലിയസിൻ്റെ സൈസ് എത്രയാണ്? 10⁻⁻15 മീറ്ററും ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ കമ്പാരിസൺ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, ഇല്ലേ? ഒരു സോക്കർ ഫീൽഡും, അതായത് നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ലേ? ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സ്റ്റേഡിയമാണ് ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ. ഈ ഫുട്ബോൾ സ്റ്റേഡിയവും ഇതിപ്പോൾ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണെന്ന് വിചാരിക്കുക. അതിൻ്റെ നടുക്ക് നമ്മൾ ആദ്യം കളി തുടങ്ങുമ്പോഴേക്കും എന്താ ചെയ്യുന്നത്? നടുക്ക് ഫുട്ബോൾ വെക്കുന്നുണ്ട്, അല്ലേ? നടുക്ക് ബോൾ കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഫുട്ബോൾ സ്റ്റേഡിയവും അതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന ഫുട്ബോളും വെച്ച് കമ്പയർ ചെയ്യുക. ആ രണ്ട് സൈസും കൂടെ കമ്പയർ ചെയ്യുക. ആ ഒരു കമ്പാരിസനാണ് നമ്മളുടെ ആറ്റവും ന്യൂക്ലിയസും തമ്മിൽ വരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇത്രയും വലുതല്ല ആറ്റം, പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? കമ്പയർ ചെയ്യുക. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ആറ്റം എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര വലുതാണ്,
ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവൻ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ആക്ച്വലി ഈ ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത്. ന്യൂക്ലിയസ് കണ്ടുപിടിക്കാൻ മാത്രമല്ല ആര് ചെയ്തത്, റുദർഫോർഡ് ചെയ്തത് ഇതിൽ നിന്ന് ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററായി പോയില്ലേ, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്ത് പോയില്ലേ, ഇതിൽ നിന്ന് ആ ന്യൂക്ലിയസിൻ്റെ സൈസ് ആര് പറഞ്ഞു, ഈ റുദർഫോർഡ് പറഞ്ഞു. മനസ്സിലായത്? റുദർഫോർഡ് പറഞ്ഞത് ഒന്ന് എന്തൊക്കെ പറഞ്ഞു ആലോചിക്കുക. തോംസൺ മോഡലിൽ നിന്ന് വ്യത്യാസമായിട്ട്, തോംസൺ മോഡലിൽ നമ്മൾ ചുമ്മാ ഒരു ആറ്റം എടുത്താൽ അതിൻ്റെ അകത്ത് കുറേ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ നടക്കുന്നു, അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് എന്ത് കിടക്കുന്നു, നെഗറ്റീവ് ചാർജ് കിടക്കുന്നു, ഇലക്ട്രോൺസ് കിടക്കുന്നതാണ് ആര് പറഞ്ഞത്, ജെ തോംസൺ പറഞ്ഞത്. പക്ഷേ അവിടുന്ന് നമ്മൾ എന്തിലേക്ക് എത്തുമ്പോൾ, റുദർഫോർഡിലേക്ക് എത്തുമ്പോഴേക്കും റുദർഫോർഡ് പറയുന്നു ഇതിൽ ഒരു ആറ്റം എടുത്താൽ അതിൻ്റെ അകത്ത് മോസ്റ്റ് ഓഫ് ദ പാർട്ട് എന്താണ്, എം ടി ആണെന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ നടുക്കാണ് കൂടുതലും മാസും പോസിറ്റീവ് ചാർജും എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് മാത്രം കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല, ന്യൂക്ലിയസിൻ്റെ സൈസ് ആര് പറഞ്ഞു, റുദർഫോർഡ് പറഞ്ഞത് ഈ ന്യൂക്ലിയസിൻ്റെ സൈസ് 10⁻⁻15 മീറ്ററിന് അടുത്താണ് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു. അതിലേക്ക് നമുക്ക് എത്താം. അത് നമുക്ക് പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നൊരു സംഭവമുണ്ട്. അതിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ആ സൈസിലേക്കും നമ്മൾ വരും. അതിൽ നിന്നാണ് ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ടു ബി അബൌട്ട് 10⁻⁻15 to 10⁻⁻14 മീറ്റർ എന്ന് ആര് പറഞ്ഞത്, റുദർഫോർഡ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് വിച്ച് ഇസ് 10,000 or 1,00,000 ടൈംസ് ലാർജർ ദാൻ സൈസ്, അല്ല എന്താണ് ആറ്റത്തിൻ്റെ സൈസായിട്ട് നോക്കുമ്പോഴേക്കും 10,000 to 1,00,000 ടൈംസ് അത് ചെറുതാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അത്രയാണ് പറയുന്നത്.